ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണവസ്തു. ഇന്ന് നമ്മളെ ഹരിതാപ കീർത്തനത്തിലെ ശ്ലോകം 35 എടുക്കുന്നത്. അത് ഇന്ന് ചാ മുതലാണ് തുടങ്ങുന്നത്. കായുടെ ഇത് കഴിഞ്ഞു, ഇനി ചായാണ്. അപ്പം ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കിയുടൈന്ദ്രാത്മജന്നുപത തേർപ്പൂട്ടിനി അജിത ചെമ്മേ മറഞ്ഞോരു ശരം കൊണ്ടു കൊന്നതും ഒരിന്ദ്രാത്മജന്നയുതി നാരായണായ നമാം. ചമ്മട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ടവാറും ഒക്കെയായിട്ട് കടിഞ്ഞാണൊക്കെ വലിച്ചുകൊണ്ട് ഒരു ഇന്ദ്രാത്മജന് തേർ പൂട്ടി. അതാരാണ്, എവിടെ വെച്ചിട്ടാണ്, സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇന്ദ്രപുത്രനായ അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ വന്നു, അല്ലേ? അത് നമുക്കറിയാം. ഭഗവാൻ ആ ഭക്തന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും, അല്ലേ? അപ്പോൾ ഒരു തേരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും, നോക്കുമ്പോഴത്തേനും ഒരു വളരെ ചെറിയൊരു പോസ്റ്റാണ്, അല്ലേ? യുദ്ധത്തിൽ നോക്കുമ്പോഴത്തേക്കിനും യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയരെ അപേക്ഷിച്ചൊക്കെ വളരെ താഴ്ന്ന ഒരു നിലവാരമാണ് ഈ പറയുന്ന തേരാളിക്ക് അല്ലെങ്കിൽ സൂതന്മാർക്ക്. ഇവിടെ ഭഗവാൻ ആ ഒരു വേഷം വരെ കെട്ടി ഭഗവാന്റെ ഭക്തൻ, സഖാവും സുഹൃത്തും ബന്ധുവും ഒക്കെ ആയിട്ടുള്ള അർജുനന് വേണ്ടിയിട്ട്, ഭക്തനും സർവോപരി ഭക്തനുമായിട്ടുള്ള അർജുനന് വേണ്ടിയിട്ട് ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ട് കൊന്നതും ഒരു ഇന്ദ്രാത്മജനെ യുതി നാരായണായ നമ. അതായത് ഇതേ ഭഗവാൻ തന്നെ വേറൊരു സമയത്ത് ഒരു ഇന്ദ്രപുത്രനെ വധിക്കാൻ വേണ്ടി മറഞ്ഞു നിന്നിട്ട് ഇന്ദ്രപുത്രനെ വധിച്ചു. അപ്പൊ അതാരായിരുന്നു? നമുക്ക് നേരെ ശ്രീരാമ അവതാരത്തിലേക്ക് പോകാം. അവിടെ ഇന്ദ്രപുത്രനായ ബാലിയെ ഭഗവാൻ ഒരു മരത്തിന് മറഞ്ഞിരുന്ന് വധിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? രാമായണത്തിൽ കൂടെ. അപ്പോൾ ഇത് ഒരേ ആളുടെ പുത്രന്മാരോട് രണ്ടുപേരോട് രണ്ട് നീതി, അല്ലേ? ഇതെന്താണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷെ ഇതേപോലെ വേറൊരു നീതിയും ഉണ്ടായിരുന്നു. ആ നീതി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സൂര്യപുത്രനായ ശ്രീരാമാവതാരത്തിൽ സൂര്യപുത്രനായ സുഗ്രീവന് ഭഗവാൻ എന്ത് ചെയ്തു? തുണ ചെയ്തു. ആയിട്ട് നിന്നു, അല്ലെങ്കിൽ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ, രാവണനെ ജയിക്കാനായിട്ടൊക്കെ സുഗ്രീവ സഖ്യം അതിനുശേഷമാണ് ഇത് നടന്നും ചിറകെട്ടിപ്പോയതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതേ ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണ അവതാരത്തിൽ എന്ത് ചെയ്തു? ഇന്ദ്രപുത്രനായ കർണനെ വധിക്കാനായിട്ട് കൂട്ടുനിന്നു. അപ്പൊ ഒന്ന് നോക്കിയേ, എന്താണ് ഭഗവാന്റെ ലീലകൾ, ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങൾ വരുന്നത്? ഒരു ഒരു സ്ഥലത്ത് സൂര്യപുത്രനെ രക്ഷിക്കുന്നു, ഒരു സൂര്യപുത്രനെ വധിക്കാൻ കൂട്ടു നിൽക്കുന്നു. ഇവിടെ നേരെ തിരിച്ച്, അല്ലേ? അപ്പൊ അതെന്താണ് ഭഗവാനെ ഇങ്ങനെയൊക്കെ? കൃഷ്ണ ഗുരുവായൂരപ്പ, അവിടുത്തെ ലീലകൾ അപാരം തന്നെ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.